എല്ലാത്തിനും ഒരു സൃഷ്ടി ഉള്ളതുപോലെ അതിലൊരു സൃഷ്ടാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെന്താണ് ഒരു അപാകത അല്ലെങ്കിൽ എന്താണ് അതിന്റെ തെറ്റ് സാർ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ ടൈമിന്റെ കാര്യം വിട്ടല്ലോ. ടൈം പൊക്കോട്ടെ, ടൈം എല്ലാം പൊക്കോട്ടെ, ടൈം കാരണം കോടിക്കണക്കിന് ഇതൊക്കെ ജസ്റ്റ് ഓരോരുത്തരുടെ തോന്നലുകളും ഇതൊക്കെ തന്നെയാണ് ഈ ചരിത്രങ്ങളായിട്ടും ഇതായിട്ടെല്ലാം വന്നിട്ട് ചരിത്രം പോലും യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഈ 1900 ഇത് കോടിക്കണക്കിന് വർഷം മുമ്പിട്ടുള്ള കാര്യമാണ് സാറ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് 1950 മുമ്പുള്ള ചരിത്രം പോലും ശരിയല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ ചാടി നമ്മൾ ആദ്യം അല്ല, അതിനുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാനിത് സാറ് പറഞ്ഞ ഈ ഫോട്ടോ ഞാൻ ചോദിക്കുകയാണ്, ഇതപ്പം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന് ഞാനത് ഓക്കെ. ഒന്നാമത് ഞാൻ പറഞ്ഞത് സൃഷ്ടി അസാധ്യമാണ്. സൃഷ്ടി ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. സൃഷ്ടി ഇല്ലെങ്കിൽ സൃഷ്ടാവില്ലല്ലോ. വടയില്ലെങ്കിൽ വട ഉണ്ടാക്കുന്നവരുണ്ടോ? അതേ ഉള്ളൂ. സൃഷ്ടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ സൃഷ്ടാവിന് ഒരു ഇതുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം തൊട്ടേ 2 മണിക്ക് ഇവിടെ വന്നിടം തൊട്ടേ ഞാൻ പറയുന്നത് സൃഷ്ടി അസാധ്യമാണ്. ക്രിയേഷൻസ് നടക്കില്ല, പ്രൊഡക്ഷൻ നടക്കും, അസംബ്ലി നടക്കും. ഉള്ള വസ്തുക്കളുടെ രൂപഭാഗങ്ങൾ മാറ്റാം, ചുട്ടെടുക്കാം, ബേക്ക് ചെയ്തെടുക്കാം, വലിച്ചു നീട്ടാം, ചുരുക്കാം, ആവിയാക്കാം, നീരാവിയാക്കാം, ഐസ എല്ലാം ആക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്ലാസ്മ ആക്കാം. നമുക്ക് വേണേൽ ഈ ടെമ്പറേച്ചറും പ്രഷറും കൂടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്ലാസ്മയായിട്ട് മാറും. സൂര്യനിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ അതാണ്. അപ്പൊ അത് സാധ്യമാണ്. പക്ഷേ ഇല്ലാത്ത ഒന്നിനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ കരുതിയ തെറ്റാണെന്ന് എൻ്റെ അർത്ഥമുള്ളൂ. മനസ്സിലായോ? ഇല്ലാത്തതിന് ഉണ്മയില്ല, ഉണ്മയ്ക്ക് ഇല്ലായ്മയില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ ഈ സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ള ചോദ്യം തന്നെ അവിടെ റദ്ദാവുകയാണ്. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും അങ്ങനെ ഇപ്പൊ കൊല മോഷ്ടിച്ചു, കൊലയും ഇല്ല, പിന്നെ വാഴയും ഇല്ലെങ്കിൽ നിങ്ങൾ കൊല മോഷ്ടിച്ച ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ എന്താ അപ്പം നമ്മൾ ഇപ്പം ഈ ഇരിക്കുന്ന സാറ് അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എങ്ങനെ ഈ പരിണാമ സിദ്ധാന്തത്തിനാണോ സാർ വിശ്വസിക്കുന്നത്? അപ്പൊ എങ്ങനെ മനുഷ്യനുണ്ടായി? ഈ പറയുന്ന ഈ ഫോട്ടോണിൽ നിന്നാണോ മനുഷ്യനുണ്ടായത്? എന്റെ ഡൗട്ടാണത്. അപ്പൊ ഈ ഫോട്ടോണിൽ നിന്നാണ് സാറ് പറഞ്ഞ ആദ്യത്തെ അതിൻ്റെ അകത്തുനിന്ന് പ്രപഞ്ചം ഉണ്ടായി. ആ പ്രപഞ്ചം ഉണ്ടായതിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടായെന്നാണ് സാർ വിശ്വസിക്കുന്നത്? നമ്മളെ പോലെ ഈ മുടിയും താടിയും അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള രൂപമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായി എന്ന് സാർ? ആനയെടുക്ക് ഒരുപാട് ജീവികളുണ്ടല്ലോ, പരിന്തുണ്ടല്ലോ, മേളിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് മുകളിൽ തന്നെ. ഈ ആനയിൽ നിന്ന് ആനയല്ലേ ഉണ്ടാവുള്ളൂ? ആനയിൽ നിന്ന് ആന ഉണ്ടാവും. ഈ കുരങ്ങിൽ നിന്ന് കുരങ്ങ ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യനിൽ നിന്നല്ലേ മനുഷ്യനുണ്ടാവുള്ളൂ? അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ആദ്യത്തെ മനുഷ്യൻ അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് ആദവും ഹവ്വയുമാണ് ആദ്യത്തെ 2 വ്യക്തിത്വങ്ങൾ. ഇവരിലൂടെ ഈ മനുഷ്യ സൃഷ്ടിപ്പ് തുടർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സാറിന്റെ അതിന്റെ മറുപടി എന്താണ് ഞാൻ ചോദിക്കുന്നത്? അത് കഥയാണ് കുഞ്ഞേ. അല്ല, കഥയ്ക്കൊപ്പം സാർ എനിക്കൊരു സയൻസ് പരമായിട്ടൊരു ശാസ്ത്രപരമായിട്ട് എനിക്കൊരു ഉത്തരം താ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദൈവവിശ്വാസപ്പെടുന്ന ഉപേക്ഷിക്കാം. ദൈവവിശ്വാസം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാല്ലേ? എനിക്ക് അതേ ഉള്ളൂ. അല്ല, എന്നെങ്കിപ്പോ ഒരു സാറിന്റെ സംഭവത്തിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ആദ്യത്തെ ചോദ്യം പരിണാമം. നിങ്ങൾ ചോദിച്ചാൽ ആനയിൽ നിന്ന് ആനയല്ലേ ഉണ്ടാവുന്ന, പൂച്ചയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് കണ്ട് മനസ്സിലാവത്തില്ലേ? മനുഷ്യനിൽ നിന്നല്ലേ മനുഷ്യൻ? അത് സാർ അംഗീകരിച്ചല്ലോ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനുണ്ടാവും. അപ്പൊ ആദ്യത്തെ മനുഷ്യനാരാ? കേൾക്കൂ. അല്ല, അതിന് ഉത്തരം തന്നാ മതി. ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ മനുഷ്യനുണ്ടായി? പറയുന്ന കേൾക്കൂ. ഫസ്റ്റ് മാൻ എന്ന് പറയുന്നത് മതകഥയിലേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ മനുഷ്യൻ, ഞാൻ ആദ്യത്തെ ആന, ഞാൻ ആദ്യത്തെ പൂച്ച, അങ്ങനെയല്ല ജീവികൾ ഉണ്ടായിട്ടുള്ളത്. ദർ ഇസ് നോ ഫസ്റ്റ് മാൻ ഓർ ഫസ്റ്റ് പൂച്ച ഓർ ഫസ്റ്റ് പട്ടി. ഓക്കെ, ഇതൊരു സീരീസ് ആണ്. ഞാനൊരു ഉദാഹരണം, ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ വരച്ചു വെച്ച ഒരു പടമുണ്ട്. ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരിത് വരച്ചിട്ട് ചില്ലകളും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സാധനം വരച്ചിട്ടുണ്ട്. അത് അടിച്ചു നോക്കി, ഐ തിങ്ക് ഡാർവിൻ എന്ന് അടിച്ചു നോക്കിയാൽ ഇപ്പൊ കാണും. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് ഒരുപാട് മറുചോദ്യങ്ങൾ ചോദിക്കില്ല. അതിനകത്തൊരു പടം കാണുന്നുണ്ട്. അതൊരു ബനിയൻ ട്രീയുടെ 1837 അല്ലേ? ഒരു ട്രീയുടെ പടമാണ്. ആ ട്രീയെ നോക്ക്, അതിന് വേരുകളുണ്ട്, അതിന് ടസ്ക് ഇതുണ്ട്, അതിന് ശാഖയുണ്ട്, ഉപശാഖയുണ്ട്, ചില്ലയുണ്ട്, ഇലയുണ്ട്, ചെറിയ ഇലയുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് ഈ സാധനമാണ്. ഇതിനകത്ത് വേരുണ്ടല്ലോ, വേരാണ് ബാക്ടീരിയകളും ആർക്കികളും എന്ന് ഡാർവിൻ പറയുന്നു, അല്ലേ? ഞാൻ ഇവല്യൂഷൻ പറയാം. ഇവല്യൂഷനെ കുറിച്ച് താങ്കൾ ഇവല്യൂഷനെ കുറിച്ച് ഒരു ധാരണയില്ലാതാണ് താങ്കൾ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരു ജീവിയെ മറ്റൊരു ജീവിയാക്കുന്ന പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ എന്ന് പറയുന്ന മാജിക് ദണ്ടല്ല പരിണാമം.